नमस्ते। सब कैसे हो? ठीक है ना? ഇന്നത്തെ ക്ലാസ്സിൽ മഹേന്ദ്ര ഭട്നാഗർ എഴുതിയ നൈ നാരി എന്ന കവിതയാണ് നമ്മൾ പഠിക്കുന്നത്. മഹേന്ദ്ര ഭട്നാഗർ എന്ന കവിയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ അദ്ദേഹം എഴുതിയ നൈ നാരി എന്ന കവിതയാണ് പഠിക്കാനുള്ളത്. ഈ കവിതയിൽ ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീയെക്കുറിച്ചാണ് കവി പറയുന്നത്. പണ്ട് മുതലേ സമൂഹത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നത് സ്ത്രീകൾ എപ്പോഴും പുരുഷന് താഴെ നിൽക്കേണ്ടവളാണ്. അപ്പോൾ പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തിൽ എപ്പോഴും സ്ത്രീ പുരുഷന് താഴെ നിൽക്കേണ്ടവളാണ് എന്നൊരു കാഴ്ചപ്പാടാണ് പുരാതന കാലം മുതലേ ഉള്ളത്. പക്ഷേ ഇവിടെ മഹേന്ദ്ര ഭട്നാഗർ പറയുന്നു, സ്ത്രീ ഒരിക്കലും ആരുടെയും താഴെ നിൽക്കേണ്ടവളല്ല. പുരുഷനെ പോലെ തന്നെ അവൾക്കും സമൂഹത്തിൽ സ്വതന്ത്രമായ ഒരു നിലനിൽപ്പുണ്ട്. അവളും പുരുഷനോടൊപ്പം നിൽക്കേണ്ടവളാണ് എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് ഈ കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിത നൈ നാരി എന്ന കവിത നോക്കാം. ഇവിടെ കവി സ്ത്രീകൾ ഈ ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു. തും നഹി കോയി പുരുഷ് കി സർ ഖരീദി ചീസ് ഹോ, തും നഹി ആത്മവിഹീന സേവിക മസ്തിഷ്കഹീന സേവിക ഗുഡിയ ഹൃദയഹീന. തും നഹി കോയി പുരുഷ് കി സർ ഖരീദി ചീസ് ഹോ, തും നഹി ആത്മവിഹീന സേവിക മസ്തിഷ്കഹീന സേവിക ഗുഡിയ ഹൃദയഹീന. नहीं हो तुम वही युग युग पुरानी, पैर की जूती किसी की, आदमी के कुछ मनोरंजन समय की वस्तु केवल. नहीं हो तुम वही युग युग पुरानी, पैर की जूती किसी की, आदमी के कुछ मनोरंजन समय की वस्तु केवल. तुम नहीं कमज़ोर, तुमको चाहिए ना सेज फूलों की, नहीं मझधार में तुम, अब घड़ी शोभा बढ़ाती दूर कूलों की. तुम नहीं कमज़ोर, तुमको चाहिए ना सेज फूलों की, नहीं मझधार में तुम, अब घड़ी शोभा बढ़ाती दूर कूलों की. तुम नहीं कोई पुरुष की जर खरीदी चीज हो. ഇവിടെ കവി പറയുന്നത് तुम नहीं कोई पुरुष की जर खरीदी चीज हो. पुरुष के द्वारा खरीदी गई चीज नहीं हो. तुम पुरुष के द्वारा खरीदी कोई चीज नहीं है. तुम आत्महीन सेविका भी नहीं हो. तुम आत्महीन सेविका भी नहीं हो. तुम नहीं कोई पुरुष की जर खरीदी चीज हो. पुरुष की खरीदी, പുരുഷൻ വില കൊടുത്തു വാങ്ങിയ
ചീസ് നഹി, വസ്തുവല്ല നിങ്ങൾ. സ്ത്രീയെ സംബോധന ചെയ്തുകൊണ്ട് കവി പറയുന്നു, നിങ്ങൾ പുരുഷൻ വില കൊടുത്തു വാങ്ങിയ വസ്തുവല്ല. തും ആത്മവിഹീന സേവിക, ആത്മവിഹീന സേവിക, ആത്മശൂന്യ അല്ലെങ്കിൽ ആത്മാവില്ലാത്ത ഒരു സേവിക, വേലക്കാരിയും അല്ല. ഗുഡിയ ഹൃദയഹീന, ഹൃദയഹീന ഹൃദയമില്ലാത്ത, ആത്മാവില്ലാത്ത, ഗുഡിയ പാവയുമല്ല. അപ്പോൾ നിങ്ങൾ പുരുഷൻ വില കൊടുത്തു വാങ്ങിയ വസ്തുവല്ല. ആത്മവിഹീന സേവിക, ആത്മാവില്ലാത്ത ഒരു വേലക്കാരിയല്ല. മസ്തിഷ്കഹീന സേവിക, മസ്തിഷ്കമില്ലാത്ത ഒരു വേലക്കാരിയല്ല. ഗുഡിയ ഹൃദയഹീന, ഗുഡിയ ഒരു പാവയെപ്പോലെ, ഹൃദയഹീന ഹൃദയമില്ലാത്തവളും അല്ല. ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീയെ സംബോധന ചെയ്തുകൊണ്ട് കവി പറയുന്നു, നിങ്ങൾ പുരുഷൻ വില കൊടുത്തു വാങ്ങിയ വസ്തുവല്ല. നിങ്ങൾ ആത്മാവില്ലാത്ത വേലക്കാരിയല്ല. നിങ്ങൾ മസ്തിഷ്കമില്ലാത്ത വേലക്കാരിയല്ല. പാവയെപ്പോലെ ഹൃദയശൂന്യയും അല്ല, ഹൃദയമില്ലാത്തവളും അല്ല. എന്നിട്ട് പറയുന്നു, കവി പറയുന്നു, നഹി ഹോ തും വഹി യുഗ് യുഗ് പുരാനി, पैर की जूती किसी की, आदमी के कुछ मनोरंजन, समय की वस्तु केवल. नहीं हो तुम वही युग युग पुरानी, पैर की जूती किसी की. പുരാനി യുഗ്, പുരാനി യുഗ് പഴയകാലം, പണ്ടുകാലം. പുരാനെ യുഗ് में तुम किसी के पैर की जूती रही हो. പുരാനെ യുഗ് में, പഴയ കാലത്ത്, പണ്ട് കാലത്ത് നിങ്ങൾ കിസി കെ പൈർ കി ജൂത്ത് ഹോഗ, നിങ്ങൾ പണ്ട് കാലത്ത് ആരുടെയെങ്കിലും കാലിൽ അണിഞ്ഞിരുന്ന ചെരുപ്പായിരിക്കും. പക്ഷേ ഇന്ന് നിങ്ങൾ പൈർ കി ജൂത്തി നഹി, ആരെങ്കിലും കാലിൽ അണിഞ്ഞിട്ടുള്ള ചെരുപ്പല്ല. പണ്ട് നിങ്ങൾ അങ്ങനെ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെയല്ല. കാലിൽ അണിയുന്ന ചെരുപ്പ് എന്ന് പറയുമ്പോൾ ചെരുപ്പിൻ്റെ സ്ഥാനം എപ്പോഴും ഏറ്റവും താഴെയാണല്ലോ നമ്മൾ. അപ്പോൾ അതാണ് സ്ത്രീ എപ്പോഴും പുരുഷൻ്റെ താഴെ നിൽക്കേണ്ടവളാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു പണ്ട് കാലം മുതലേ സമൂഹത്തിൽ. അതുകൊണ്ടാണ് ആ ചെരുപ്പിനെ ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ നിങ്ങൾ പണ്ട് കാലത്ത് ആരുടെയോ കാലിൽ അണിഞ്ഞിരുന്ന ചെരുപ്പായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ പണ്ട് കാലത്ത് പുരുഷൻ്റെ താഴെ നിൽക്കേണ്ടവളാണെന്ന കാഴ്ചപ്പാടുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് കിസി കെ പൈർ കി ജൂത്ത് നഹി, ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾ ഒരാളുടെയും കാലിൽ അണിഞ്ഞ ചെരുപ്പല്ല. ആദ്മി കെ കുച്ച് മനോരഞ്ജൻ സമയ്ക്ക് വസ്തു കേവൽ. മനോരഞ്ജൻ സമയ്ക്ക്, മാനസിക ഉല്ലാസം. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ആളിൻ്റെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ മനോരഞ്ജൻ കി വസ്തു കേവൽ നഹി, മനോരഞ്ജൻ മാനസിക ഉല്ലാസത്തിനുള്ള വസ്തുവും അല്ല. അപ്പം നിങ്ങൾ പണ്ട് കാലത്ത് നിങ്ങൾ ആരുടെയോ കാലിൽ അണിഞ്ഞിരുന്ന ചെരുപ്പിനെ പോലെയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ ആരുടെയും കാലിൽ അണിഞ്ഞ ചെരുപ്പല്ല. പിന്നെ പുരുഷൻ്റെ മാനസിക ഉല്ലാസത്തിനുള്ള വസ്തുവും അല്ല. തും നഹി കംസോർ, തുംകോ ചാഹിയെ നാ सेज फूलों की. तुम नहीं कमज़ोर, तुम नहीं कमज़ोर, നിങ്ങൾ കംസോർ നഹി, ദുർബലയല്ല.
സ്ത്രീയോട് പറയുന്നു, കവി പറയുന്നു, തും കംസോർ നഹി, നിങ്ങൾ ദുർബലയല്ല. തുംകോ ചാഹിയേന സേജ് ഫൂലോം, തുംകോ ചാഹിയേന നിങ്ങൾക്കും വേണ്ടേ, ഫൂലോം കി സേജ് പൂമെത്ത, ഫൂലോം കി സേജ് പൂമെത്ത. അപ്പോൾ നിങ്ങൾ ദുർബലയല്ല, നിങ്ങൾക്കും വേണ്ടേ പൂമെത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുരുഷനോടൊപ്പം സമൂഹത്തിൽ നിൽക്കേണ്ടവളാണ്. അപ്പം നിങ്ങൾ ദുർബലയാണ് എന്ന് സമൂഹം ഒരു കാലത്ത് സ്ത്രീ ദുർബലയാണ് എന്ന് മുദ്രകുത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മാറിയ കാലഘട്ടത്തിൽ അങ്ങനെയല്ല, മാറി ചിന്തിക്കണം. നിങ്ങൾ ദുർബലയല്ല, അപ്പം നിങ്ങൾക്കും വേണ്ടേ ഒരു പൂമെത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും വേണ്ടേ സമൂഹത്തിൽ എല്ലായിടത്തും പുരുഷനെ പോലെ തന്നെ എല്ലായിടത്തും അവരോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ, നിങ്ങൾക്കും വേണ്ടേ ഒരു പൂമെത്ത. നഹി മജ്ധാർ മേം തും, അതുമാത്രമല്ല നഹി മജ്ധാർ, മജ്ധാർ അടിയൊഴുക്ക്, വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ നദിയിൽ ജലാശയത്തിൽ അടിയൊഴുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കാണാതെ പോകുന്ന ഒഴുക്ക്, അടിയൊഴുക്ക്. അപ്പം നിങ്ങൾ ഏതെങ്കിലും നദിയിലെ അടിയൊഴുക്കല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും അറിയപ്പെടാതെ ആരും കാണപ്പെടാതെ പോകേണ്ടവളല്ല, പുരുഷനെ പോലെ തന്നെ സമൂഹത്തിൽ ഉയർന്ന് ഒരേപോലെ അവരോടൊപ്പം നിൽക്കേണ്ടവളാണ്. അപ്പോൾ നിങ്ങൾ നദിയിലെ അടിയൊഴുക്കല്ല. പിന്നെയോ അബ് ഘടി ശോഭ ബഠാത്തി ദൂർ കൂലോമുഖി, അങ്ങനെയുള്ള നിങ്ങൾ ദൂർ കൂലോമുഖി ദൂരെയുള്ള കൂലോം തീരങ്ങളെ പോലും ശോഭ ബഠാത്തി ഭംഗി വർദ്ധിപ്പിക്കേണ്ടവളാണ്. അപ്പോൾ ദൂരെ ഉള്ള തീരങ്ങളെപ്പോലും നിങ്ങൾ ആ തീരങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കേണ്ടവളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര സമൂഹത്തിൽ എത്ര പിന്നോക്കം മാറ്റി നിർത്തിയാലും ശരി, നിങ്ങൾ എപ്പോഴും മുന്നിലേക്ക് വന്ന് പുരുഷനോടൊപ്പം തന്നെ സമൂഹത്തിൽ ഒരേപോലെ നിൽക്കേണ്ടവളാണ്. നിങ്ങൾ ഒരിക്കലും ഒരു നദിയിലെ അടിയൊഴുക്കായി കണക്കാക്കേണ്ടവളല്ല എന്നാണ് കവിയുടെ അഭിപ്രായം. അപ്പോൾ തും നഹി കംസോർ, കവി പറയുകയാണ്, തും നഹി കംസോർ, നിങ്ങൾ ദുർബലയല്ല. തുംകോ ചാഹിയേന, നിങ്ങൾക്കും ആഗ്രഹമില്ലേ, നിങ്ങൾക്കും വേണ്ടേ ഫൂലോം കി സേജ് ഒരു പൂമെത്ത. നഹി മജ്ധാർ മേം തും, നിങ്ങൾ മജ്ധാർ നഹി അടിയൊഴുക്ക്, നദിയിലെ അടിയൊഴുക്കല്ല, നിങ്ങൾ ആരും കാണാതെ പോകേണ്ടവളല്ല, ആരും അറിയപ്പെടാതെ പോകേണ്ടവളല്ല. അബ് ഘടി ശോഭ ബഠാത്തി ദൂർ കൂലോം കി, ദൂർ കൂൾ ദൂരെയുള്ള തീരങ്ങളുടെ ശോഭ ഭംഗി വർദ്ധിപ്പിക്കേണ്ടവളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു നദിയിലെ അടിയൊഴുക്കായി പോകേണ്ടവളല്ല, ആരും കാണാതെ മാറ്റി നിർത്തേണ്ടവളല്ല, മറിച്ച് ദൂരെയുള്ള തീരങ്ങളെപ്പോലും ഭംഗി കൂട്ടി മുന്നോട്ട് പോകേണ്ടവളാണ് എന്നതാണ് കവിയുടെ അഭിപ്രായം. അപ്പോൾ നമുക്കതിൻ്റെ ഇന്നെടുത്തിട്ടുള്ള ഈ വരികൾ ഒരു വട്ടം കൂടെ ഒന്നുകൂടെ നോക്കാം. കവി പറയുന്നു, തും നഹി കോയി പുരുഷ് കി സർ ഖരീദി ചീസ് ഹോ, നിങ്ങൾ ഏതെങ്കിലും ഒരു പുരുഷൻ സർ ഖരീദി വില കൊടുത്തു വാങ്ങിയ ചീസ് നഹി വസ്തുവല്ല. ആത്മാവിഹീന സേവിക നഹി, ആത്മാവില്ലാത്ത സേവിക ഒരു ജോലിക്കാരി ഒരു വേലക്കാരിയും അല്ല. മസ്തിഷ്ക് ഹീന സേവിക, മസ്തിഷ്കമില്ലാത്ത ഒരു വേലക്കാരിയല്ല. ഗുഡിയ ഹൃദയഹീന, ഗുഡിയ പാവയെപ്പോലെ ഹൃദയഹീന ഹൃദയമില്ലാത്തവളും അല്ല. നഹി ഹോ തും വഹി യുഗ് യുഗ് പുരാനി പൈർ കി ജ്യോതി കിസി കി, നഹി ഹോ തും വഹി യുഗ് യുഗ് പുരാനി, പുരാതന കാലത്ത് നിങ്ങൾ ആരുടെയോ കാലിലെ ചെരുപ്പായിരുന്നു, പക്ഷേ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ തും കിസി കെ പൈർ കി ജൂത്തി നഹി, ആരുടെയും കാലിലെ ചെരുപ്പല്ല.
ആദ്മി കെ കുച്ച് മനോരഞ്ജൻ സമയ്ക്ക് വസ്തു കേവൽ. ആദ്മി ഏതെങ്കിലും ഒരു പുരുഷൻ്റെ മനോരഞ്ജൻ മാനസിക ഉല്ലാസത്തിനുള്ള വസ്തു നഹി വസ്തുവും അല്ല. തും നഹി കംസോർ തും നഹി കംസോർ നിങ്ങൾ ദുർബലയല്ല. തുംകോ ചാഹിയേന നിങ്ങൾക്കും വേണ്ടേ സേജ് ഫൂലോം കി ഒരു പൂമെത്ത. നഹി മച്ച്ധാർ മേം തും നിങ്ങൾ ഏതെങ്കിലും ഒരു നദിയിലെ അടിയൊഴുക്കല്ല. അബ് ഖടി ശോഭ ബഠാത്തി ദൂർ കൂലോം കി നിങ്ങൾ ദൂരെയുള്ള തീരങ്ങളുടെ ഭംഗി കൂട്ടി നിൽക്കേണ്ടവളാണ്. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു നദിയിലെ അടിയൊഴുക്കായി പോകേണ്ടവളല്ല. ദൂരെയുള്ള തീരങ്ങളുടെ ശോഭ വർദ്ധിപ്പിക്കേണ്ടവളാണ് എന്നതാണ് കവിയുടെ അഭിപ്രായം. അപ്പോൾ സ്ത്രീകളെ സംബോധന ചെയ്തുകൊണ്ട്, ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീയെ സംബോധന ചെയ്തുകൊണ്ട് കവി പറയുകയാണ്, തും പുരുഷ് കെ ദ്വാര ഖരീദി ഗയി ചീസ് നഹി ഹെ. തും പുരുഷ് കെ ദ്വാര ഖരീദി ഗയി ചീസ് നഹി ഹെ. തും ആത്മഹീൻ സേവിക भी नहीं है. तुम आत्महीन सेविका भी नहीं है. पुराने युग में तुम किसी के पैर की जूती रही हो. पुराने युग में तुम किसी के पैर की जूती होगा, लेकिन इस आधुनिक युग में तुम किसी के पैर की जूती नहीं है. तुम पुरुष के मनोरंजन की वस्तु भी नहीं है. तुम पुरुष के मनोरंजन या मानसिक उल्लास. तुम पुरुष के मनोरंजन की वस्तु भी नहीं है. तुम कमज़ोर नहीं हो. तुम कमज़ोर नहीं हो. तुमको भी चाहिए ना फूलों की शैया या सेज फूल. तुम्हें फूलों की शैया नहीं चाहिए. तुम किसी नदी के मझधार नहीं हो. तुम किसी नदी के मझधार नहीं हो. तुम सुदूर के तीरों की शोभा बढ़ जाएगी. तुम सुदूर के तीरों की शोभा बढ़ जाएगी. അപ്പോൾ ഇവിടെ മഹേന്ദ്ര ഭട്നാഗർ ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നിങ്ങൾ പുരുഷൻ വില കൊടുത്തു വാങ്ങിയ വസ്തുവല്ല. നിങ്ങൾ ആത്മാവില്ലാത്ത, മസ്തിഷ്കമില്ലാത്ത ഒരു വേലക്കാരിയല്ല. ഹൃദയമില്ലാത്ത പാവയുമല്ല. പുരാതന കാലത്ത് നിങ്ങൾ ആരുടെയോ കാലിൽ അണിയുന്ന ചെരുപ്പായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ പുരുഷൻ്റെ മനോരഞ്ജൻ അഥവാ മാനസിക ഉല്ലാസത്തിനുള്ള അല്ലെങ്കിൽ വിനോദത്തിനുള്ള വസ്തുവും അല്ല. മാത്രമല്ല നിങ്ങൾ ദുർബലയല്ല. നിങ്ങൾക്കും വേണ്ടേ ഒരു പൂമെത്ത. നിങ്ങൾ നദിയിലെ ഒരു അടിയൊഴുക്കല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നു നിന്ന് ദൂരെയുള്ള തീരങ്ങളുടെ ശോഭ വർദ്ധിപ്പിക്കണം, ഭംഗി വർദ്ധിപ്പിക്കണം. നിങ്ങൾ ഒരിക്കലും ഒരു നദിയിലെ അടിയൊഴുക്കായി നിൽക്കേണ്ടവളല്ല.
നിങ്ങൾ ഉണർന്ന് അകലെയുള്ള ദൂരെയുള്ള തീരങ്ങളുടെ ഭംഗി വർദ്ധിപ്പിക്കേണ്ടവളാണ്. അപ്പോൾ ആധുനിക സമൂഹത്തിൽ പുരുഷനോടൊപ്പം സ്ത്രീയും ഒരേപോലെ പുരുഷന് കിട്ടേണ്ട എല്ലാ സ്ത്രീക്കും സമൂഹത്തിൽ സമത്വം പുരുഷന് ലഭിക്കേണ്ടതുപോലെ തന്നെ സ്ത്രീക്കും വേണമെന്ന മനോഭാവമാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ടവരാണ്. അല്ലാതെ സ്ത്രീ ഒരിക്കലും പുരുഷന് താഴെ നിൽക്കേണ്ടവളല്ല എന്നാണ് കവിയുടെ അഭിപ്രായം. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ ഇതിൻ്റെ ആദ്യ ഭാഗമാണ് എടുത്തത്. ആദ്യ ഭാഗത്തെ കുറച്ച് വരികളാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് പഠിക്കാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ധന്യവാദം.